മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പ്രതിഷേധിച്ചു. ജില്ലയിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ഹ്രസ്വദൂര, ദീർഘദൂര സർവീസുകൾ പൂർണ്ണമായും നിലച്ചു. KSRTC സർവീസ് നടത്തി. സിറ്റി വിഷൻ ഇംപാക്ട്. പൂപ്പാറ, തോണ്ടിമലയിലെ റവന്യൂ ഭൂമി കയ്യേറ്റം അന്വേഷിക്കാൻ ഉടുമ്പൻചോല തഹസിൽദാരെ ചുമതലപ്പെടുത്തി. പട്ടയഭൂമിയും റവന്യൂ ഭൂമിയും കണ്ടെത്താൻ സർവേ നടപടികൾ സ്വീകരിക്കും. കുരുന്നുകൾക്ക് വിഭവസമൃദ്ധമായ രുചിക്കൂട്ട് ഒരുക്കുമ്പോഴും പാചക തൊഴിലാളികളുടെ ദുരിതത്തിന് അറുതിയില്ല. നൽകുന്നത് തുച്ഛമായ തുക. ശമ്പള വർധനവും ജോലി സ്ഥിരതയും എന്ന ആവശ്യം കാണാതെ അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ ദേശീയ പണിമുടക്ക്. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ പണിമുടക്ക് ആരംഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 10 തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ ഭാഗമാകും. ആവശ്യങ്ങളാണ് പണിമുടക്കിലൂടെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. ഇതിൽ പ്രധാനം തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ്. ഈ ലേബർ കോഡ് നിലവിൽ വന്നാൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ തൊഴിൽ മേഖലയിൽ കുറയും. വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് സാധ്യമാകും എന്നാണ് ട്രേഡ് യൂണിയൻ ആരോപിക്കുന്നത്. ഇത് 1-2 പണിമുടക്കല്ല. ഇതിനു മുമ്പ് തന്നെ അനവധി പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം തൊഴിൽ നിയമങ്ങൾ മുതലാളിമാർക്ക് അനുകൂലമായി അവർ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ കൂടുതൽ കരുത്തോടെ സ്പീഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പ്രകാരം രാജ്യത്ത് കരാർ തൊഴിലാളികളുടെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മിനിമം വേതനം നടപ്പിലാക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. 2, യൂണിയൻ തൊഴിലാളികൾ അവരുടെ അവകാശ സമരങ്ങൾക്ക് യൂണിയനുകളിൽ ചേരാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു നിയമ ഭേദഗതി ഗവൺമെന്റ്. വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലാളികളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, തപാൽ, ടെലികോം തുടങ്ങിയ മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ ഭാഗമാകും. പാൽ, ആശുപത്രി അടക്കമുള്ള ആവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
സിറ്റി വിഷൻ, രാജാക്കാട്. സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പ്രതിഷേധിച്ചു. ജില്ലയിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ഹ്രസ്വദൂര ദീർഘദൂര സർവീസുകൾ പൂർണ്ണമായും നിലച്ചു. ലോ റേഞ്ചിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തി പരിഹാരം കണ്ടെത്തിയെങ്കിലും ഹൈറേഞ്ചിൽ ജനങ്ങളുടെ യാത്ര പ്രതിസന്ധിയിലായി. സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ജില്ലയിൽ ഹൈറേഞ്ച്, ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ പണിമുടക്ക് യാത്രക്കാരെ ബാധിച്ചു. മലയോര മേഖലയിലാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത്. ഗ്രാമീണ മേഖലകളിലേക്ക് KSRTC അടക്കമുള്ള ബസ്സുകൾ എത്താതിരുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. നേരത്തെ അറിയിപ്പുണ്ടായിരുന്നിട്ട് കൂടി വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ നിരവധി പേരാണ് ബസ് സ്റ്റാൻഡുകളിൽ കുടുങ്ങിപ്പോയത്. ഇതേസമയം ജനകീയ സഹകരണത്തോടെ ഗ്രാമീണ മേഖലകളിൽ നടത്തുന്ന ബസ് സർവീസുകൾ ഇന്ന് മുടങ്ങിയിട്ടില്ല. വാഹനങ്ങളിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന GPS ക്യാമറ പോലുള്ള വിലപിടിപ്പുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ യാതൊരു ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. പിന്നെ 140 കിലോമീറ്ററിന് മുകളിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കിയിട്ട് കോടതി അതിന് അനുകൂലമായ നിലപാടുണ്ടായിട്ടും അത് പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെയും വിദ്യാർത്ഥികളുടെ കൺസെഷൻ, നമുക്കറിയാം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൺസെഷൻ, ആ കൺസെഷനിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് കാലോചിതമായി മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ സൂചനാ പണിമുടക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെ ഹാജർ നില 30% കുറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെയും മറ്റ് സൗകര്യ വാഹനങ്ങളുടെയും ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിലെത്തിയത്. ഇതേസമയം സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് മാത്രമാണുള്ളത്. ബസ് സ്റ്റാൻഡുകൾക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന നിലയിലാണ്. കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി, ചെറുതോണി, അടിമാലി, മൂന്നാർ മേഖലകളിലെല്ലാം പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണെന്ന് തന്നെ പറയാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്. നെടുങ്കണ്ടത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പടിഞ്ഞാറേ കവലയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കിഴക്കേ കവലയിൽ പോലീസ് തടഞ്ഞു. മാർച്ചിനിടെ നേരിയ സംഘർഷം ഉണ്ടായി. കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായാണ് നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. പടിഞ്ഞാറേ കവലയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ കിഴക്കേ കവല ഹോസ്പിറ്റൽ റോഡിൽ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പോകാനുള്ള സൗകര്യമില്ലാത്ത ആശുപത്രികളായി കേരളത്തിലെ ആശുപത്രികളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്നേഹിതന്മാരെ, ഇപ്പോൾ മരുന്നില്ല, ആളുകൾ ബുദ്ധിമുട്ടുന്നു. കയ്യിൽ നിന്നും പണം മുടക്കി മരുന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നപ്പോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ MN ഗോപി, സേനാപതി വേണു, MB ജോസ്, മുകേഷ്, മോഹൻ, ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പൂപ്പാറ തോണ്ടിമലയിലെ റവന്യൂ ഭൂമി കയ്യേറ്റം. അന്വേഷണത്തിന് ഉടുമ്പൻചോല തഹസിൽദാറെ ചുമതലപ്പെടുത്തി. പട്ടയഭൂമിയും റവന്യൂ ഭൂമിയും കണ്ടെത്താൻ സർവേ നടപടികൾ സ്വീകരിക്കും. തഹസിൽദാരുടെ അന്വേഷണ റിപ്പോർട്ടും സർവേ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. പൂപ്പാറ വില്ലേജിലെ തോണ്ടിമലയിൽ കയ്യേറ്റമൊഴിപ്പിച്ച് ഏറ്റെടുത്ത ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ദേവികുളം സബ് കളക്ടറാണ് ഉടുമ്പൻചോല തഹസിൽദാരെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തി തഹസിൽദാർ റിപ്പോർട്ട് സമർപ്പിക്കും. ഒപ്പം പട്ടയഭൂമിയിലും ഏറ്റെടുത്ത ഭൂമിയിലും സർവേ അടക്കം നടത്തി തിട്ടപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. തോണ്ടിമലയിലെ ബ്ലോക്ക് നമ്പർ 13 റീസർവേ നമ്പർ 212/1 ഉൾപ്പെട്ട ഭൂമിയിലെ കയ്യേറ്റമാണ് 2021 ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്തിരുന്നത്. സിറ്റി വിഷൻ, പൂപ്പാറ. കുരുന്നുകൾക്ക് വിഭവസമൃദ്ധമായ രുചിക്കൂട്ടൊരുക്കുമ്പോഴും ജോലിഭാരവും ദുരിത ജീവിതവും മറച്ചുവെക്കുകയാണ് സ്കൂൾ പാചക തൊഴിലാളികൾ. ജോലി സ്ഥിരതയും ശമ്പള വർധനവും അടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും ഇന്നും അവർ അധികൃതരുടെ അവഗണനയിൽ തുടരുകയാണ്.
ഓരോ സ്കൂളിലും അധ്യാപകരോടുള്ളതിനേക്കാൾ സ്നേഹവും ഇഷ്ടവും കുട്ടികൾക്ക് ചിരിച്ച മുഖമായി എന്നും സ്നേഹത്തിന്റെ രുചിക്കൂട്ടുകൾ തയ്യാറാക്കി വിളമ്പി നൽകുന്ന പാചക തൊഴിലാളികളോടായിരിക്കും. പല കുട്ടികളുടെയും കുടുംബങ്ങളെ നേരിട്ടറിയാവുന്ന ഇവർ ആ കുരുന്നുകൾക്ക് സ്കൂളിലെത്തിയാൽ അന്നം വിളമ്പുന്ന അമ്മ തന്നെ. എന്നാൽ പതിറ്റാണ്ടുകളായി ഈ തൊഴിൽ ചെയ്യുമ്പോഴും ഇവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അതാണ് വാസ്തവം. മുമ്പ് കഞ്ഞിയും പയറും മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ചോറും കറിയുമടക്കം 5 കൂട്ടം വിഭവങ്ങൾ തയ്യാറാക്കണം. കിട്ടുന്നത് 600 രൂപ. അതും കൃത്യമായി കിട്ടില്ല. മറ്റൊരു ആനുകൂല്യവുമില്ല. സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ മാത്രം ശമ്പളം കിട്ടാത്ത സമയത്ത് കടം വാങ്ങിയും മറ്റുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാചക തൊഴിലാളികളായി ജോലിക്കെത്തുന്നവരിൽ ഏറെയും പ്രായമായവർ. വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്ന ഇവരുടെ ആവശ്യം ശമ്പള വർധനവും ജോലി സ്ഥിരതയുമാണ്. പാചക തൊഴിലാളിയായതിനാൽ മറ്റൊരു തൊഴിലിനും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ എത്ര ചെയ്തെന്ന് ഇവർക്കും അറിയില്ല. എങ്കിലും കുട്ടികളുടെ കാര്യമല്ലേ, പണിമുടക്കി സമരം ചെയ്യാൻ കഴിയില്ലല്ലോ എന്നതാണ് ഇവർ പറയുന്നത്. ഈ ആത്മാർത്ഥതയുള്ള മനസ്സ് ഇനിയും കാണാതെ പോകരുതെന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് പറയാനുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. ജീപ്പ് സവാരി നിരോധിച്ച ഇടുക്കി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ ഉൾപ്രദേശങ്ങളായ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്താൻ ആശ്രയിക്കുന്നത് ജീപ്പുകളെയാണെന്നും നിയമവിരുദ്ധമായി സർവീസ് നടത്തുന്ന ജീപ്പുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എന്നാൽ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ മുഴുവൻ ജീപ്പ് സവാരികളും നിരോധിക്കുന്നത് ശരിയല്ലെന്നും A. രാജ പറഞ്ഞു. ലോക ഭൂപടത്ത് തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലക്കകത്ത് പല ഡെസ്റ്റിനേഷനുകളും ആളുകൾ പോകുന്നത് കാണാൻ വേണ്ടി ചെല്ലുന്നത് ജീപ്പിലാണ്. അതുപോലെ ഓട്ടോറിക്ഷ തുടങ്ങിയവയിലാണ് ആളുകൾ ഇത് കാണാൻ വേണ്ടി പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവെന്ന് പറയുന്നത് ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ജീപ്പുകളും ഇവിടെ ഓടുന്നത് പെർമിറ്റോടുകൂടി, അതുപോലെ ലൈസൻസുള്ള ഡ്രൈവർമാരാണ്. അതിന് വിരുദ്ധമായി ആരെങ്കിലൊക്കെ നിയമവിരുദ്ധമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാം. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മുഴുവൻ ജീപ്പ് സഫാരിയും നിർത്തിയത് ശരിയായ രീതിയല്ല. പലരുടെയും വരുമാന മാർഗമാണ്. പിന്നെ അതും കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ. ടൂറിസം മേഖലയുമായി നിൽക്കുന്ന ഡ്രൈവർമാരെല്ലാം ജീവനം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. കുളുക്കുമലയിൽ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഇതേ മോഡൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് സമയം അവർക്ക് നൽകണം. ഈ സമയം നൽകാതെ ഇപ്പോൾ വന്ന ഒരു വാർത്ത കണ്ടത് 15 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവുന്നതാണ്. ഒരിക്കലും 15 ദിവസത്തിനുള്ളിൽ ശരിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുറച്ചായിട്ട് നമുക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. പക്ഷെ അടിയന്തരമായി ഈ നിരോധനം എടുത്തു മാറ്റിയാൽ മാത്രമേ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു ഉണർവ് ലഭിക്കുകയുള്ളൂ. മൂന്നാറിൽ നാശം വിതച്ച് നാട്ടുകാരെ വിറപ്പിച്ച് നടക്കുന്ന പടയപ്പ. തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോൾ പേടി സ്വപ്നമാണെങ്കിലും പലപ്പോഴും പടയപ്പ ആനച്ചന്തത്തിന്റെ ആസ്വാദകരമായ കാഴ്ചയായി മാറാറുണ്ട്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച പടയപ്പയുടെ കാഴ്ച സഞ്ചാരികൾക്ക് വലിയ കൗതുകമായി. മൂന്നാർ എന്ന് കേട്ടാൽ ഏറ്റവും അധികം ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് കാടിറങ്ങി നാട്ടിൽ വിലസുന്ന പടയപ്പ. കഴിഞ്ഞ കുറച്ച് നാളുകളായി പടയപ്പ നാട്ടിൽ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളി കുടുംബങ്ങൾക്ക് പടയപ്പ വലിയ ആശങ്കയായി മാറാറുണ്ട്. എന്നാൽ ഏറെ നീണ്ട കൊമ്പുകളും വിടർന്ന മസ്തകവുമൊക്കെയുള്ള പടയപ്പയുടെ ആനച്ചന്തത്തിന് ആരാധകരും ഏറെ. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, വാർത്തകളിലും റീൽസുകളിലും നിറയുന്ന പടയപ്പയ്ക്ക് കേരളത്തിന് പുറത്തും ആരാധകരുണ്ട്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം പുൽമേട്ടിൽ നിലയുറപ്പിച്ച് തീറ്റ തേടിയ പടയപ്പ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ച സമ്മാനിച്ചു. റീൽസുകളിലും വാർത്തകളിലും മാത്രം കണ്ടറിഞ്ഞ പടയപ്പയുടെ ആനച്ചന്തം ഏറെ ദൂരെയല്ലാതെ നിന്ന് കണ്ടറിഞ്ഞത് സഞ്ചാരികൾക്ക് നവ്യാനുഭവമായി. ലയങ്ങൾ കരികിലൂടെ ചുറ്റിത്തിരിയുമെങ്കിലും പടയപ്പ മുമ്പ് പറയത്തക്ക രീതിയിൽ ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നില്ല.
എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇതിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുമുണ്ട്. മതപ്പാടിന്റെ കാലയളവിലാണ് പടയപ്പ കൂടുതൽ ആക്രമണ സ്വഭാവം പുറത്തെടുക്കാറ്. തോട്ടം മേഖലയിൽ ആശങ്ക ഉയർത്തുന്ന കൊമ്പനാണ് പടയപ്പിയെങ്കിലും കാലം എത്രത്തോളം മനുഷ്യർക്കിടയിലൂടെ അതിജീവനത്തിനായി ചുറ്റിത്തിരിയുന്ന പടയപ്പയോട് വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല മൂന്നാറിലെ തൊഴിലാളി കുടുംബങ്ങൾക്കും തെല്ലൊരു മാനസിക അടുപ്പം ഉണ്ടായിട്ടുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. ചെറിയൊരിടവേള, വേഗം മടങ്ങിയെത്താം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോപ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളിലൂടെ ലോക സമാധാനത്തിനായും സാർവലൗകിക സൗഹൃദത്തിനായും പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയുടെ സ്കോളർഷിപ്പ് നേടി ഇടുക്കി മൂന്നാറിൽ നിന്നും ഒരു 12ാം ക്ലാസ്സുകാരൻ ചെന്നൈയിലേക്ക്. മൂന്നാർ മാട്ടുപ്പെട്ടി ടാറ്റ ഹൈറേഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥിയായ കാവുങ്കൽ സാബു മാത്യു, സാറാമ സാബു ദമ്പതികളുടെ മകനായ അസ്രയേലാണ് ഈ നേട്ടത്തിന് അർഹനായത്. യുദ്ധത്തിനെതിരായി സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന AFS എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമാധാനം വിദ്യാർത്ഥികളിലൂടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത സ്കോളർഷിപ്പ് നൽകി ഓരോ വർഷവും ഓരോ വിദേശ രാജ്യങ്ങളിലെത്തിച്ച ഓരോ രാജ്യങ്ങളിലെയും സാംസ്കാരിക പഠനം നടത്തുന്നതിന് അവസരമൊരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇത്തവണ ചൈനയിലെ ഗ്ലോബൽ സ്ട്രീം അക്കാദമിയിലേക്കുള്ള സ്കോളർഷിപ്പിനാണ് അസ്രയേലിന് അർഹത ലഭിച്ചത്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കിട്ടിയത് നല്ല സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഏകദേശം 14 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 40ഓളം പിള്ളേരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ബ്രദർഹുഡ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ലെവൽ ഓഫ് എക്സ്പോഷറും അത്രയും ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസും വേറെ മിക്ക പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിക്ക ഒരു സാധാരണ 16ലധികം രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 7000-ലധികം അപേക്ഷകരിൽ നിന്നാണ് അസ്രയേലിനെ തിരഞ്ഞെടുത്തത്. സ്കോളർഷിപ്പോടെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 145 പേരിൽ ഒരാളായി മാറിയതിന്റെ സന്തോഷത്തിലാണ് അസ്രയേലും കുടുംബവും. അഭിമാനമുണ്ട്. ഇത്തരം ഒരു ആഗോള സംഘടനയുടെ ഒരു പ്രോഗ്രാമിന് എന്റെ മകൻ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷമുണ്ട്. അവന്റെ കാഴ്ചപ്പാടുകളും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടി ഒരു മാനുഷികവും ഒരു ആഗോളതലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കുട്ടിക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യം കിട്ടിയതിൽ വളരെ സന്തോഷവും. ഇസ്രയേൽ ചൈനയിലേക്ക് യാത്ര തിരിച്ചു. സാംസ്കാരികവും അക്കാദമികവുമായ യാത്രയുടെ ഭാഗമായി നിങ്ബോ, ഷാങ്ഹായ്, ബെയ്ജിംഗ് തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിക്കും. സിറ്റി വിഷൻ മൂന്നാർ. ഇടുക്കി തേഡ്ക്യാം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ ഇനി സ്വന്തം പുസ്തകത്തിൽ പഠിച്ചു വളരും. വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ഒരു പുസ്തകത്തിന് പുറമെ അമിത വില കൊടുത്ത് പുറത്തുനിന്നും മറ്റു പുസ്തകങ്ങൾ കൂടി വാങ്ങി പഠിപ്പിക്കേണ്ട ഗതികേടിനെ തുടർന്നാണ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ഉദ്യമം. വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ കൈക്കൊണ്ട് സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പുസ്തകം തയ്യാറാക്കിയത്.
സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് കിൻഡർ ഗാർഡൻ കുട്ടികൾക്കായി ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം സ്വന്തമായി പുസ്തകം പ്രിന്റ് ചെയ്തിറക്കുന്നത്. പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ കുട്ടികൾക്ക് ആടിയും പാടിയും രസിക്കുവാനുള്ള ആത്മവിഷ്കാരമാണ് ഈ പുസ്തകം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന പുസ്തകത്തിലുള്ള 30ഓളം തീമുകൾ കുട്ടികൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ പുറത്തുനിന്നും സ്വകാര്യ പബ്ലിക്കേഴ്സ് ഇറക്കുന്ന പുസ്തകങ്ങൾ വാങ്ങേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ അമിത വില കൊടുത്തു വാങ്ങുന്ന ഈ പുസ്തകങ്ങൾ ഉദ്ദേശശുദ്ധി നൽകാതിരുന്ന സാഹചര്യത്തിലാണ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്വന്തമായി ഒരു പുസ്തകം എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. സ്കൂളിലെ അധ്യാപകനായ MK മനുവിന്റെ നേതൃത്വത്തിലാണ് അധ്യാപകർ പുസ്തകം തയ്യാറാക്കിയത്. ഈ പ്രീ പ്രൈമറിയിൽ 3+, 4+ എന്നൊരു വർക്ക്ഷീറ്റാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് അക്ഷരങ്ങൾ എഴുതുന്നതായോ വേറെ പ്രവർത്തനങ്ങളൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് പുസ്തകങ്ങൾ കണ്ടെത്തുകയും അത് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ 3+-നകത്ത് കുട്ടികളെ നമ്മൾ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് 30 തീമുകളുണ്ട്. ആ 30 തീമുകൾ 2 പുസ്തകങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ്, മലയാളം, ജനറൽ നോളജ്, ഗണിതം തുടങ്ങിയ വിഷയങ്ങളാണ് സചിത്രമായി പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒട്ടനവധി വെല്ലുവിളികൾ തരണം ചെയ്താണ് ഈ അധ്യയന വർഷം പുസ്തകം പുറത്തിറക്കുവാനായത്. ഒരു പുസ്തകം ഉന്നത നിലവാരത്തിലുള്ള പേപ്പറിൽ മൾട്ടി കളറിൽ അച്ചടിച്ചു വരുമ്പോൾ 1500 രൂപയോളം ചിലവ് വന്നിരുന്നു. അധ്യാപകരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയ സന്നദ്ധ പ്രവർത്തകർ കൂടി കൈകോർത്തതോടെ പുസ്തകം യാഥാർത്ഥ്യമായി. അതിന് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി വലിയൊരു ചെലവ് നമുക്ക് വേണ്ടി വന്നു. അപ്പോൾ അത് സ്കൂളിനെ കൊണ്ട് തന്നെ വഹിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നെടുങ്കണ്ടം ലയൺസ് ക്ലബിന്റെ ഒരു സഹായം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. രക്ഷിതാക്കളും ഇരു കൈയും നീട്ടിയാണ് പുസ്തകത്തെ സ്വീകരിച്ചത്. മറ്റു പൊതുവിദ്യാലയങ്ങൾക്കും മാതൃകയാവുന്ന ഇടപെടലാണ് ഹൈറേഞ്ചിലെ ചെറിയ വിദ്യാലയത്തിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രീ റീജിയൻ ആൻഡ് പ്രീ സോൺ മീറ്റിംഗ് നടന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ റീജിയൻ ടിൻഡുവിന്റെ പ്രീ സോൺ മീറ്റിംഗ് ആണ് നടന്നത്. എസ്റ്റേറ്റ് പൂപ്പാറയിൽ നടന്ന പ്രീ സോൺ മീറ്റിംഗ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സജി ചാമേലി ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബുകളിൽ നിന്നുമായി നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ വിലയിരുത്തുന്നതിനും പുതിയ സാമൂഹ്യ സേവന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയാണ് റീജിയന് കീഴിലുള്ള ക്ലബ്ബുകളുടെ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. റീജിയൻ 2വിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 സോണുകളിൽ ഉൾപ്പെടുന്ന 11 ക്ലബ്ബുകളിൽ നിന്നും ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തു. എസ്റ്റേറ്റ് പൂപ്പാറയിൽ നടന്ന പ്രീ റീജിയൻ മീറ്റിംഗ് ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സജി ചാമേലി ഉദ്ഘാടനം ചെയ്തു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഈ വർഷം 200 സ്നേഹവീടുകൾ നൽകുവാനുള്ള ശ്രമത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം നമുക്കത് 200-ന് മുകളിലേക്ക് എത്തിക്കണം. തുടക്കമെന്ന നിലയിൽ 100 വീടിന് മാത്രമേ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 50-ഉം 100-ഉം നമുക്ക് കിട്ടും. കഴിഞ്ഞ വർഷവും 100 ആദ്യം കിട്ടും. ഈ സാമ്പത്തിക വർഷം സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയിഡ് ഇൻസുലേറ്ററിന്റെ വിതരണ ഉദ്ഘാടനവും നടന്നു. വിവിധ മേഖലയിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ സ്ഥാപിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. റീജിയൻ ചെയർമാൻ PV ബേബിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി VP പോൾ, ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് മാങ്ങാലി, അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ ക്യാപ്റ്റൻ എൽദോസ് പോൾ, എൻവിയോൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി സിന്ധു ധനരാജ്, കേണൽ VI പോൾ, ബേസിൽ വർഗീസ്, PV രാജു, ഷൈനു സുകേഷ്, ജെയിംസ് മാത്യു, ബേസിൽ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. രാജാക്കാട് YMCയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാറും പോസ്റ്റർ രചനാ മത്സരവും നടത്തി. YMCA പ്രസിഡന്റും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ ബെന്നി പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പഴയവടി ഗവൺമെന്റ് UP സ്കൂളിലും പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂളിലുമാണ് കുട്ടികൾക്കായി സെമിനാറും പോസ്റ്റർ രചനാ മത്സരവും സംഘടിപ്പിച്ചത്. പഴയവടി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ AS ആസാദ് അധ്യക്ഷത വഹിച്ചു. YMCA പ്രസിഡന്റും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ ബെന്നി പാലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ R ഷിബു ലഹരി വിരുദ്ധ സെമിനാർ നയിച്ചു. YMCA സെക്രട്ടറി ബാബു കൊച്ചുപുര, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോഷി തോമസ്, സോഫി സാൻഡി, അർച്ചന സുകുമാർ എന്നിവർ നേതൃത്വം നൽകി.
പോസ്റ്റർ രചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. പന്നിയാർകുട്ടി സ്കൂളിൽ നടന്ന ചടങ്ങിൽ YMCA സെക്രട്ടറി ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് PJ ലിജിമോൾ, സിസ്റ്റർ ആൽഫി ജോർജ്, ഭാരവാഹികളായ ഡെയ്സൺ മാത്യു, സോഫി സാൻഡി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷകർതൃ യോഗം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ ഉദ്ഘാടനം ചെയ്തു. ബെന്നി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും USS പരീക്ഷയിലെ വിജയികളെയും യോഗത്തിൽ ആദരിച്ചു. റവറന്റ് ഫാദർ ജോസഫ് ഏറത്ത്, ജീമോൻ ജേക്കബ്, ഹെമിക് ടോം, സാബു വേങ്ങവേലി, സജിൻ സക്കറിയ, റീനാമോൾ ജോസഫ്, ഡെയ്സി സാബു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കിന് ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പ്രതിഷേധിച്ചു. ജില്ലയിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ഹ്രസ്വദൂര ദീർഘദൂര സർവീസുകൾ പൂർണ്ണമായും നിലച്ചു. KSRTC സർവീസ് നടത്തി. സിറ്റി വിഷൻ ഇംപാക്ട്. പൂപ്പാറ തോണ്ടിമലയിലെ റവന്യൂ ഭൂമി കയ്യേറ്റം അന്വേഷിക്കാൻ ഉടുമ്പൻചോല തഹസിൽദാരെ ചുമതലപ്പെടുത്തി. പട്ടയഭൂമിയും റവന്യൂ ഭൂമിയും കണ്ടെത്താൻ സർവേ നടപടികൾ സ്വീകരിക്കും. കുരുന്നുകൾക്ക് വിഭവസമൃദ്ധമായ രുചിക്കൂട്ട് ഒരുക്കുമ്പോഴും പാചക തൊഴിലാളികളുടെ ദുരിതത്തിന് അറുതിയില്ല. നൽകുന്നത് തുച്ഛമായ തുക. ശമ്പള വർധനവും ജോലി സ്ഥിരതയും എന്ന ആവശ്യം കാണാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.